ഹലോ മക്കളെ, വെൽക്കം. നമ്മൾ എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ടീച്ചർ സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നു. അത് വെച്ചുള്ള വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. എ അത് ഒരു എന്നുള്ള അർത്ഥമുള്ള വാക്കാണ് കേട്ടോ. ക്യാബ്, ഡാഡ്, ബാഡ്, ഏസ്, ബെഡ്, ഡെഡ്, ഡീഡ്, ബി, ഫേസ്, ഫേഡ്, ഡഫ്, ഫീഡ്, ഫെഡ്, ഫേബ, ബാഗ്, ബെഗ്, ബാഡ്ജ്, ഏജ്, കേജ്, എഡ്ജ്, എഗ്, എഹെഡ്, ഹെഡ്, ഹാഡ്, ഹി. ഓർമ്മയുണ്ടല്ലോ. നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാലോ, നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, എ എന്താണ്? ഒരു എന്നുള്ള അർത്ഥമാണ് എ എന്ന് പറഞ്ഞാൽ. ഇനി എ ബാഗ്, എ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാഗ്. ഇനി ഒരു മങ്ങിയ ബാഗ് എന്ന് പറയുകയാണെങ്കിൽ എ ഫെയ്ഡ് ബാഗ്, ഒരു മങ്ങിയ ബാഗ്, എ ഫെയ്ഡ് ബാഗ്. ഇനി ഒരു മങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു എന്നാണെങ്കിലോ, ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഓക്കെ, ഇനി അവനൊരു മങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഇതൊരു പൂർണ്ണ സെൻറ്റൻസാണ്. ഇതെല്ലാം അപൂർണ്ണമാണ്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായ സെൻറ്റൻസ് വരുമ്പോൾ ഈ എച്ച് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. എങ്ങനെ എഴുതാം നമുക്ക്? ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്, എച്ച് ക്യാപിറ്റൽ. ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവന് ഒരു മങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു എന്ന് വരും. ഇവിടെ അവന് ഉണ്ടായിരുന്നു ഒരു മങ്ങിയ ബാഗ്. ചില ക്രമമുണ്ട്, ടീച്ചർ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ഇനി നമ്മളൊരു പെൺകുട്ടിയുടെ പേര് ഫേബ. അപ്പോൾ എഫ് ക്യാപിറ്റൽ എഴുതുക. ഫേബ ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഫേബക്കൊരു മങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു. ഹാഡ് എ ഫെയ്ഡ് ബാഗ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഒത്തിരി സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്കൊരു പൂർണ്ണ സെൻറ്റൻസ് കിട്ടിയത് കേട്ടോ. എന്താണ്? ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. നമ്മൾ പഠിച്ച 8 അക്ഷരങ്ങളിൽ നിന്നും കിട്ടിയ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.